ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വലിയൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവിടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. LP-UP സിലബസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഓരോ ടോപ്പിക്കും പഠിച്ചു പോകാം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. ഒരു ടോപ്പിക്കോ രണ്ട് ടോപ്പിക്കോ വെച്ച് അവസാനിപ്പിക്കാതെ നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ പിന്തുണയോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾക്കുള്ളത്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പിന്തുണയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ LP-UP സിലബസിൽ ഇപ്പൊ നമ്മളുടെ മുന്നിലുള്ള ഒരു സിലബസ് അല്ലേ, ആ ഒരു സിലബസിൽ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല വിപ്ലവങ്ങൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള വിപ്ലവങ്ങളിൽ പഴശ്ശി വിപ്ലവങ്ങള്, അതുപോലെ തന്നെ കുറിച്യ കലാപം അല്ലെ, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, ഈ രീതിയിലാണ് നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാർക്ക് അടിസ്ഥാനത്തിലല്ലേ നമ്മൾ പഠിച്ചു പോകേണ്ടത്? തീർച്ചയായിട്ടും മാർക്ക് ബേസിസിൽ തന്നെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ബേസിസിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. അതുകൊണ്ടാണ് നമ്മളുടെ ചാനലിൽ SCERT സീരീസ് നടന്നു പോകുന്നത്. ഓക്കെ, ഇപ്പോൾ SCERT ക്ലാസ് 5 to 10 വരെയുള്ള ഫിസിക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ബയോളജിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, SCERT സീരീസിന്റെ ബയോളജി. ഓക്കെ, അതിൽ ഓൾഡ് SCERT നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ന്യൂ SCERT നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ക്ലാസ് 5 to 10 വരെ പഠിക്കേണ്ടത്, ആ രീതിയിലാണ് SCERT സീരീസ് കംപ്ലീറ്റ് ആയി പോകുന്നത്. അതായത് ഒരു ബേസിൽ നിന്ന് തുടങ്ങുന്ന വ്യക്തിക്ക് പോലും ക്ലാസ്സുകൾ ഫോളോ ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ ക്ലാസ് 5 to 10 വരെയുള്ള ടോപ്പിക്സ് നമ്മൾ പഠിച്ചതിന് ശേഷം ഒരുപാട് തവണ നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. ആ റിവിഷനും പോകുന്നത് ടെലഗ്രാം ചാനലിലാണ്. അപ്പോൾ ഈ ടെലഗ്രാം ചാനലിൽ ഒരുപാട് റൗണ്ട് റിവിഷനും എക്സാംസും ഒക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ ഒരു ബേസ് കിട്ടും. ബേസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം +1 +2 ഭാഗത്തേക്ക് നമ്മൾ പോവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പഴശ്ശി വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് SCERT സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ക്ലാസ്സുകൾ കൂടി കണ്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ പഴശ്ശി വിപ്ലവങ്ങൾ എന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പഴശ്ശിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഹിസ്റ്ററിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. എങ്ങനെയാണ് ഈ ഒരു പഴശ്ശി വിപ്ലവത്തിലേക്ക് പഴശ്ശി എത്തപ്പെട്ടത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ടിപ്പുവുമായിട്ട് ബ്രിട്ടീഷുകാർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടിപ്പു സുൽത്താനുമായിട്ട് ബ്രിട്ടീഷുകാർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി പഴശ്ശി മുന്നോട്ട് വന്നിരുന്നു. മനസ്സിലായോ? അപ്പോൾ ബ്രിട്ടീഷുകാർ പഴശ്ശിക്ക് വലിയ വലിയ പൊസിഷൻസ് ഒക്കെ ഓഫർ ചെയ്തു. അതായത് ആ ഒരു നാട്ടിലെ നികുതി പിരിക്കാനുള്ള അധികാരങ്ങളൊക്കെ കൊടുക്കാം, അങ്ങനെ മറ്റ് ഒരുപാട് ഓഫറുകൾ പഴശ്ശിക്ക് വെച്ച്. അതേ തുടർന്ന് പഴശ്ശി രാജ ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഈ ഒരു യുദ്ധത്തിൽ ജയിച്ചു. ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചു. അപ്പോൾ അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വഭാവം മാറിയത് ബ്രിട്ടീഷുകാർ പഴശ്ശിയെ സഹായിക്കാം, നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ഒപ്പുവെച്ചതോട് കൂടിയിട്ട് ഈ ഒരു ബ്രിട്ടീഷുകാരുടെ സ്വഭാവം മാറി. പിന്നീട് അവർ പഴശ്ശിയെ അങ്ങ് പറ്റിച്ചു എന്ന് തന്നെ പറയാം. പഴശ്ശിയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട്ട് രാജാവിനാണ് നികുതി പിരിക്കാനുള്ള അധികാരമൊക്കെ പിന്നീട് അവർ കൊടുത്തത്, ബ്രിട്ടീഷുകാർ കൊടുത്തത്. ഇതിനെതിരെ അരിശം പൂണ്ട പഴശ്ശി പിന്നീട് വിപ്ലവങ്ങളിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധാനന്തരമാണ് നമ്മളുടെ പഴശ്ശി വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതെന്ന്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധാനന്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മലബാർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണത്തിന് കീഴിലേക്ക് വരുന്നത്. ഓക്കെ, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് വരുന്നത്. ഈ മലബാർ എന്ന് പറയുന്ന പ്രദേശം എന്നത് ഏതൊക്കെയാണെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? കണ്ണൂർ, കൂടാതെ കോട്ടയം. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം കേട്ടോ, നമുക്കിപ്പോൾ നോട്ട് കൂടി തരാനുള്ള നിർവാഹമില്ല. കണ്ണൂർ, കോട്ടയം, തലശ്ശേരി, വയനാട് കൂടാതെ കോഴിക്കോട്, കുറുമ്പ്രനാട് എന്നീ പ്രദേശങ്ങളാണ് നമുക്ക് മലബാറിന്റെ ഒരു ഏരിയയിൽ വരുന്നത്. ഓക്കെ, മലബാറിന്റെ അന്ന് കേരളത്തെ നമ്മൾ 3 ആയിട്ടല്ലേ തിരിച്ചിരുന്നത്.
ഏതൊക്കെയാണ്? മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്ന രീതിയിൽ. അപ്പൊ ഈ മലബാറിൽ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നേ: കണ്ണൂര്, കോട്ടയം, തലശ്ശേരി, വയനാട്, കോഴിക്കോട്, കുറുമ്പ്രനാട്. ഇതില് ഈ വയനാട് ഒഴികെ ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെയാണ് ഈ ഒരു ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ കയ്യേറിയത്. മനസ്സിലായല്ലോ? വയനാട് ഒഴികെയുള്ള മലബാറിന്റെ ഭാഗങ്ങളായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ക്ലിയറായി? അപ്പോൾ ഈ ഒരു ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 1792 ആരൊക്കെ തമ്മിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി സൈൻ ചെയ്തത്? ടിപ്പുവും കോൺവാലിസും തമ്മിലാണ് കേട്ടോ. ടിപ്പുവും കോൺവാലിസ് പ്രഭുവും തമ്മിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി സൈൻ ചെയ്തത്. ഈ ഒരു ശ്രീരംഗപട്ടണം ഉടമ്പടിയോട് കൂടിയിട്ടാണ് 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിച്ചത്. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? അപ്പോൾ അതിനുശേഷം നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് കിട്ടിയെന്നാണ് നമ്മൾ പറഞ്ഞത്? അത് കുറുമ്പ്രനാട് രാജാവ് അല്ലെങ്കിൽ കുറുമ്പ്രനാട് വീരവർമ്മയ്ക്കാണ് നികുതി പിരിക്കാനുള്ള അവകാശം ലഭിച്ചത്. അപ്പൊ എന്താണ്? പഴശ്ശിയെ അവര് ബ്രിട്ടീഷുകാർ പറ്റിക്കുകയാണ് ചെയ്തത്. പഴശ്ശിക്ക് ആ ഒരു റോള് അറിഞ്ഞതുകൊണ്ടാണല്ലോ പഴശ്ശി ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്തത്. പക്ഷെ ബ്രിട്ടീഷുകാർ ജയിച്ചപ്പോൾ, ടിപ്പുവുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിച്ചപ്പോൾ അവരുടെ സ്വഭാവം മാറി അല്ലെ. എന്നിട്ട് നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് കൊടുത്തു? കുറുമ്പ്രനാട് വീരവർമ്മ അല്ലെ കുറുമ്പ്രനാട് രാജാവിന് കൊടുത്തു. അത് പഴശ്ശിയുടെ അമ്മാവനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം? ഇനി പിന്നീട് അപ്പൊ ഈ വയനാട് ഒഴികെയുള്ള മലബാറിന്റെ ഭാഗങ്ങളൊക്കെ ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. പിന്നീട് വയനാടിന് മേലിലും നമ്മുടെ ബ്രിട്ടീഷുകാർ അവകാശം ഉന്നയിക്കുകയാണ്. അപ്പൊ അതും മറ്റൊരു കാരണമാണ്, 2ാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ച മറ്റൊരു കാര്യങ്ങളാണ് ഈ ഒരു പഴശ്ശി വിപ്ലവങ്ങളിലേക്ക് വരാനായിട്ടുണ്ടായ കാര്യങ്ങൾ. ഓക്കെ, നാട് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് പെട്ടെന്നൊരു വിപ്ലവത്തിലേക്ക് ഇറങ്ങി തിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്നതൊക്കെയാണ്. ഇനി നമുക്ക് പഴശ്ശി രാജാവിനെ കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടാം. ആരെയാണ്? പഴശ്ശി രാജാവിന്റെ ഡീറ്റെയിൽസ്. ഇദ്ദേഹം എന്നാണ് ജനിച്ചത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പഴശ്ശി രാജയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും പറയുന്നത് പഴശ്ശിരാജയെ കുറിച്ചാണ്. കൂടാതെ പുരളി ശെമ്മൻ എന്നറിയപ്പെടുന്നതും പഴശ്ശിരാജയാണ്. പുരളി ശെമ്മൻ. ഓക്കെ, കോട്ടയം രാജവംശത്തിൽ ജനിച്ച രാജാക്കന്മാരെയാണ് പൊതുവായിട്ട് പുരളി ശെമ്മന്മാർ എന്ന് പറയുന്നത്. ഓക്കെ, പുരളിമല ആസ്ഥാനമായിട്ട് ജീവിച്ചിരുന്ന കുറെ രാജാക്കന്മാരായിരുന്നു അവര്. അപ്പൊ പുരളി ശെമ്മൻ എന്നറിയപ്പെടുന്നതും ഈ കോട്ടയം ആസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു. അപ്പം പഴശ്ശി അടങ്ങുന്ന ഈ ഒരു രാജവംശത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയം എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ല അല്ല, പകരം അന്നത്തെ ആ ഒരു കോട്ടയം എന്ന പ്രദേശമാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോട്ടയം എന്ന പ്രദേശത്തെ രാജവംശം. ഓക്കെ, ഈ കോട്ടയം എന്ന് പറയുന്നത് കണ്ണൂരിലെ ഒരു പ്രദേശമാണ് കോട്ടയം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവരറിയപ്പെട്ട പേരുകൾ എന്തൊക്കെയായിരുന്നു? പുരളി ശെമ്മൻ എന്ന് പഴശ്ശിരാജ അറിയപ്പെട്ടു. പുരളി ശെമ്മൻ. പിന്നെ കൂടാതെ തന്നെ കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. കെട്ടിയോട്ട് രാജ, കൂടാതെ പൈച്ചി രാജ. ഈ പൈച്ചി രാജ എന്നുള്ള പേരൊക്കെ പിവൈക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശി രാജാവാണ്. പൈച്ചി രാജ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ പഴശ്ശി രാജാവാണ്. ഓർത്തു വെച്ചേക്കണം. ഇനി ഇദ്ദേഹത്തിന്റെ ജനനം 1753 ജനുവരി മാസം 3-ാം തീയതി. ജനുവരി 3 എവിടെയാണ്? പടിഞ്ഞാറേ കോവിലകം. ഓക്കെ, കോട്ടയം രാജവംശത്തിൽ പടിഞ്ഞാറേ കോവിലകത്താണ് ഇദ്ദേഹത്തിന്റെ ജനനം. ക്ലിയർ ആയോ? ജനനത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓക്കെ, പിന്നീട് ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഈ കെട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്നത്? ഇദ്ദേഹം കുറച്ച് ചെറിയ പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കെട്ടിയോട്ട് യുദ്ധങ്ങളൊക്കെ നടത്തിയ കാരണമാണ് അദ്ദേഹത്തെ കെട്ടിയോട്ട് രാജ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പേര് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരാണ്? അതും ഒരു ചോദ്യമാണ് കേട്ടോ. അത് ഹരിചന്ദ്ര പെരുമാളാണ്. കോട്ടയം എന്ന ഒരു രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിപ്പോൾ നോട്ട് തരാനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഹരിചന്ദ്ര പെരുമാളാണ് എന്ത് ചെയ്തത്? കോട്ടയം എന്ന രാജവംശം സ്ഥാപിച്ചത്. ഇനി നമ്മുടെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണ്? നമുക്ക് ഈ കേരള സിംഹം എന്ന് എഴുതുമ്പോൾ ഇവിടുത്തെ കേരള എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാന്ന് വെച്ചോളൂ. സിംഹം എന്നും ഇംഗ്ലീഷിൽ എഴുതാണ്. എം വെച്ച് അവസാനിക്കും, കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM പണിക്കരാണ്. KM പണിക്കർ. ഇനി KM പണിക്കരെ കുറിച്ച് കൂടി നമ്മളൊന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇനി KM പണിക്കരുടെ കാര്യങ്ങൾ കുറച്ചൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് പോവാം.
കാവാലം മാധവ പണിക്കർ എന്നാണ് അല്ലെ. കാവാലം മാധവ പണിക്കർ, കാവാലം മാധവ പണിക്കർ എന്നാണ് നമ്മുടെ കെ എം പണിക്കരുടെ ഫുൾ നെയിം. കെ എം പണിക്കർ അല്ലെങ്കിൽ കാവാലം മാധവ പണിക്കർ. ഓക്കെ, ഇനി കേരള സാഹിത്യ അക്കാദമി, ഇദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമിയുടെ എന്താണ് ആദ്യത്തെ അധ്യക്ഷൻ, ആദ്യ അധ്യക്ഷനായിരുന്നു, ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്? നമ്മുടെ കാവാലം മാധവ പണിക്കർ. ആദ്യത്തെ അധ്യക്ഷനായിരുന്നു കാവാലം മാധവ പണിക്കർ. അതുപോലെ തന്നെ രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി, രാജ്യസഭാ അംഗമായിട്ടുള്ള ആദ്യ മലയാളിയായിരുന്നു കാവാലം മാധവ പണിക്കർ. ഓക്കെ, കാവാലം മാധവ പണിക്കർ. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് കാവാലം മാധവ പണിക്കർ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ പഴശ്ശിരാജയെ കുറിച്ച് കേരള സിംഹം എന്ന് പറയുന്ന ചരിത്ര നോവൽ എഴുതിയ വ്യക്തിയാണ് കെ എം പണിക്കർ. കാവാലം മാധവ പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ രാജ്യസഭ അംഗമാകുന്ന ആദ്യത്തെ മലയാളിയായിരുന്നു അല്ലെ. രാജ്യസഭ അംഗമായ ആദ്യ മലയാളിയായിരുന്നു കാവാലം മാധവ പണിക്കർ. പിന്നെന്താണ് പറഞ്ഞത്? മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് കാവാലം മാധവ പണിക്കർ. ഓക്കെ, കാവാലം മാധവ പണിക്കർ മന്നത്ത് പത്മനാഭനെ, ഞാൻ ജസ്റ്റ് മന്നെന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, പോയിന്റ് നിങ്ങൾ എഴുതുക. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് അഭിസംബോധന ചെയ്തു. ഇനി നമുക്ക് ഈ കെ എം പണിക്കരുടെ കുറച്ച് നോവലുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നോവൽസ് ആയിട്ടുള്ള ചരിത്ര നോവലായിരുന്നു ഏത്? നമ്മുടെ കേരള സിംഹം എന്ന് പറയുന്ന ചരിത്ര നോവൽ. കേരള സിംഹം എന്നത് ചരിത്ര നോവലാണ്. അതുപോലെ ധൂമകേതുവിന്റെ ഉദയം. പിന്നെ അടുത്തൊരെണ്ണാണ് കല്യാണമൽ എന്ന് പറയുന്നത് മറ്റൊരു നോവലാണ്. അതുപോലെ പറങ്കിപ്പടയാളി എന്നത് ആരെ കുറിച്ച് എഴുതിയതാണെന്ന് അറിയാമോ? പഴശ്ശിരാജയെ കുറിച്ച് എഴുതിയ നോവലാണ് കേട്ടോ. പഴശ്ശിരാജയെ കുറിച്ച് ഇദ്ദേഹം എഴുതിയ നോവലാണ് പറങ്കിപ്പടയാളി. പിന്നെ പുനർക്കോട്ട് സ്വരൂപം അതും ഒരു നോവലാണ്. പിന്നെ വരുന്നത് പുനർക്കോട്ട് സ്വരൂപം. മറ്റൊരു നോവലാണ് ദൊരശിനി എന്നതും മറ്റൊരു നോവലാണ്. ദൊരശിനി ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ നോവലുകളാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് നോവലുകൾ? കേരള സിംഹം, ധൂമകേതുവിന്റെ ഉദയം, കല്യാണമൽ, പറങ്കിപ്പടയാളി, ഇതെല്ലാം അദ്ദേഹത്തിന്റെ, ദൊരശിനി ഇതെല്ലാം അദ്ദേഹത്തിന്റെ നോവലുകളാണ്. ഇനി കെ എം പണിക്കരുടെ, കാവാലം മാധവ പണിക്കരുടെ ഒരു നാടകമുണ്ട്. നാടകം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഊർമിള എന്നാണ് ഇദ്ദേഹത്തിന്റെ നാടകത്തിന്റെ പേര്, ഊർമിള. ഓക്കെ, പിന്നെ യാത്രാവിവരണമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു യാത്രാവിവരണ ഗ്രന്ഥമുണ്ട്. അതിന്റെ പേരാണ് രണ്ട് ചൈനയിൽ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, നമുക്ക് ചോദ്യ സാധ്യത ഉള്ളതാണ്. ഇനി നമ്മൾ കെ എം പണിക്കരെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പി എൻ പണിക്കരെ കുറിച്ച് കൂടി പറയാം. പി എൻ പണിക്കർ. ഓക്കെ, പി എൻ പണിക്കർ ആരാണ്? പി എൻ പണിക്കർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു അല്ലെ. നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ചരമദിനമാണ്. പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നു. അതുപോലെ സനാതന ധർമ്മം എന്ന ഗ്രന്ഥശാലയുടെ സ്ഥാപകനാണ് പി എൻ പണിക്കർ. ഗ്രന്ഥശാല സംഘത്തിന്റെ തലവനാണ് പി എൻ പണിക്കർ. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത് 3 പോയിന്റ്സ് ആണ്. എന്തൊക്കെയാണ്? ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. പിന്നെന്താണ്? ഗ്രന്ഥശാല സംഘത്തിന്റെ തലവൻ, ഗ്രന്ഥശാല സംഘത്തിന്റെ തലവനാണ്. അതുപോലെ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥശാല ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പി എൻ പണിക്കരെ കുറിച്ച് പഠിച്ചത് കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മളിപ്പോ എന്തുകൊണ്ടാണ് പി എൻ പണിക്കരെ പറഞ്ഞത്? കെ എം പണിക്കരെ കുറിച്ച് പറഞ്ഞപ്പോ മാറിപ്പോവരുത്, പി എൻ പണിക്കരെ കുറിച്ച് കൂടി ഒന്ന് ഓർത്തു എന്നതേ ഉള്ളൂ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 പി എൻ പണിക്കരുടെ ചരമദിനമാണ്. സനാതന ധർമ്മം എന്ന ഗ്രന്ഥശാലയുടെ സ്ഥാപകനാണ്. അതുപോലെ ഗ്രന്ഥശാല സംഘത്തിന്റെ തലവൻ കൂടിയാണ് പി എൻ പണിക്കർ. നമ്മളിപ്പോൾ ആരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പഴശ്ശിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. പഴശ്ശിയെ കുറിച്ചുള്ള ചരിത്ര നോവലാണ് എന്ത്? കേരള സിംഹം. ഈ കേരള സിംഹം എന്ന നോവൽ പറഞ്ഞിടത്തുനിന്നാണ് നമ്മൾ പോയത്. ഓക്കെ, അപ്പൊ കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? കെ എം പണിക്കരാണ്. ഓർത്തിട്ടുണ്ടല്ലോ ഈ പോയിന്റ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരാം.
ഇനിയാണ് പഴശ്ശി വിപ്ലവങ്ങളെ 2 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം അല്ലെ. പഴശ്ശി വിപ്ലവങ്ങളെ 2 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. പഴശ്ശി വിപ്ലവങ്ങൾ ഏതൊക്കെയാണ് 2 ഘട്ടങ്ങൾ? ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും. ഒന്നാമത്തേത് 1793 മുതൽ 1797 വരെയാണ്. രണ്ടാമത്തേതോ 1800 മുതൽ 1805 വരെയാണ്. 1805 വരെ. ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് പഴശ്ശി വിപ്ലവങ്ങൾ നടന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു സെഞ്ചുറിയും കൂടി പഠിച്ചു വെക്കാം. ഇപ്പോൾ 1793 മുതൽ 1797 വരെ എന്ന് പറയുമ്പോൾ അത് 18th സെഞ്ചുറിയാണ് അല്ലെ. 18th സെഞ്ചുറി. ഇനി 1800 മുതൽ 1805 വരെ എന്ന് പറയുമ്പോൾ 19th സെഞ്ചുറിയാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇതൊരു PYQ ആയിട്ട് വന്നതാണ്. അതിൽ ഈ സെഞ്ചുറിയിൽ ഒരു മിസ്റ്റേക്ക് മാത്രമായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ സെഞ്ചുറി ഒന്ന് ഓർത്ത് വെക്കുക. സെഞ്ചുറി കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഓക്കെ, ഇപ്പൊ 1793 എന്നുള്ളതിൽ അത് ഏത് സെഞ്ചുറിയിൽ വരുന്നതാണ്, നൂറ്റാണ്ടിൽ വരുന്നതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ 93 അങ്ങ് കളഞ്ഞേക്കാം. 93 അങ്ങ് കളഞ്ഞേക്കാം. എന്നിട്ട് ഈ 17 ആദ്യത്തെ 2 സംഖ്യയോട് കൂടിയിട്ട് ഒന്ന് ആഡ് ചെയ്യുക. അത് അങ്ങനെയാണ് സെഞ്ചുറി കണ്ടുപിടിക്കുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ഈ 1800 വരുന്നത് ഏത് സെഞ്ചുറിയിലാണ്? അവസാനത്തെ 2 ഡിജിറ്റ് അങ്ങ് കളഞ്ഞേക്കണം. എന്നിട്ട് ഈ 18ന്റെ കൂടെ ഒന്ന് കൂട്ടി 19. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ പഴശ്ശി വിപ്ലവങ്ങൾ 2 ഘട്ടങ്ങളായിട്ടാണ് നടന്നത്. 1793 മുതൽ 1797 വരെ ഒന്നാം ഘട്ടവും, രണ്ടാം ഘട്ടം 1800 മുതൽ 1805 വരെ. ക്ലിയർ. ഇനി നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ച് നോക്കാം. ഒന്നാം പഴശ്ശി വിപ്ലവം. ഒന്നാം പഴശ്ശി വിപ്ലവം വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് വർഷം? 1793 മുതൽ 1797 വരെ, 18ാം നൂറ്റാണ്ട്, 18th സെഞ്ചുറി. ഓക്കെ, അപ്പൊ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധാനന്തരമാണ് ഒന്നാം ശ്രീരംഗപട്ടണം ഉടമ്പടി സൈൻ ചെയ്തത് അല്ലെ, 1792. അപ്പൊ ഈ ഒന്നാം ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ അനന്തര ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒന്നാം പഴശ്ശി വിപ്ലവം ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. അപ്പോ കോട്ടയത്തെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഈ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ച പ്രാഥമിക കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ച പ്രാഥമിക കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കോട്ടയത്തെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പിരിവ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പിരിവ് അതാണ് ഇതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള റീസൺ. നികുതി നയം എന്ന് പറയുന്നതാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ക്ലിയർ ആയല്ലോ. ഇനിയും അതിന്റെ പ്രാഥമിക കാരണമാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് ഈ ഒരു ശ്രീരംഗപട്ടണ ഉടമ്പടി സൈൻ ചെയ്തു. പിന്നീട് ആരായിരുന്നു നികുതി പിരിച്ചത്? നികുതി പിരിച്ചത് കുറുമ്പ്രനാട് വീരവർമ്മയാണ്, അല്ലെങ്കിൽ പഴശ്ശിയുടെ അമ്മാവനാണ്. ഓക്കെ, അപ്പോ ഈ പുരളിമലയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. പുരളിമലയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കേന്ദ്രം. ഇത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അടുത്താണ് പുരളിമല സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് ഈ പുരളിമല എന്ന് പറയുന്നത്. മൈസൂർ നാട്ടുരാജ്യത്തിന്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പഴശ്ശി ശ്രമിക്കുകയാണ്. ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്? മൈസൂർ നാട്ടുരാജ്യത്തിന്റെ സഹായത്തോടു കൂടിയിട്ട്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ വയനാട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പഴശ്ശി ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. അങ്ങനെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ബ്രിട്ടീഷുകാര് പഴശ്ശിയുമായിട്ട് ഒരു താൽക്കാലിക സന്ധി അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർ സമ്മതിച്ചു. ഓക്കെ, താൽക്കാലികമായിട്ടൊരു കരാർ. അപ്പൊ ആ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നത്. ഈ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഒരു ഇടനിലക്കാരൻ വേണം. ആ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവായിരുന്നു. ആരാണ്? ചിറക്കൽ രാജാവ്. ചിറക്കൽ രാജാവാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷുകാർക്കും അതുപോലെ തന്നെ പഴശ്ശിരാജയ്ക്കും ഇടയിൽ ഇടനിലക്കാരനായി നിന്നത്. അങ്ങനെ 1793 തുടങ്ങിയ പഴശ്ശി വിപ്ലവം 1797 ചിറക്കൽ രാജാവ് ഇടപെട്ടുകൊണ്ട് ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുകയാണ്. ഇദ്ദേഹത്തെ കൂടാതെ ബോംബെ ഗവർണർ ആയിരുന്ന ജോനാഥൻ ഡങ്കനും ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. ആരാണ്? ജോനാഥൻ ഡങ്കനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് ജോനാഥൻ ഡങ്കൻ? അതായത്
ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനാണ് ജോനാഥൻ ഡങ്കൻ. ഓക്കെ, ഇനി ഈ കുറുമ്പ്രനാട് രാജയ്ക്കായിരുന്നല്ലോ നികുതി പിരിക്കാൻ അവകാശം കൊടുത്തിരുന്നത്. അപ്പോ ഈ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ ആ ഒരു താൽക്കാലിക കരാറിന്റെ ബേസിസിൽ കുറുമ്പ്രനാട് രാജയുടെ നികുതി പിരിക്കാനുള്ള അധികാരമൊക്കെ റദ്ദു ചെയ്യുകയും കൂടാതെ ഈ ഒരു താൽക്കാലികമായ സന്ധി അല്ലെ ഒരു താൽക്കാലിക കരാറിന്റെ അടിസ്ഥാനത്തിൽ പഴശ്ശി രാജയ്ക്ക് പെൻഷനൊക്കെ അനുവദിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാര് പെൻഷനൊക്കെ അനുവദിച്ചു. 8000 രൂപയായിരുന്നു അദ്ദേഹത്തിന് പെൻഷനായിട്ട് അനുവദിച്ചത്. അക്കാലത്ത് 8000 രൂപ എന്നൊക്കെ പറയുന്ന വലിയൊരു എമൗണ്ട് ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ പെൻഷനൊക്കെ അനുവദിച്ചത്? ഈ പഴശ്ശിയുടെ ഒന്നാം പഴശ്ശി വിപ്ലവം കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പഴശ്ശിയുമായിട്ട് ഒരു താൽക്കാലിക കരാറിന് ബ്രിട്ടീഷുകാർ തയ്യാറായതും ആ ഒരു താൽക്കാലിക കരാറിന്റെ ഇടനിലക്കാരായി നിന്നിരുന്നത് ആരാണ്? ചിറക്കൽ രാജാവും അതുപോലെ ജോനാഥൻ, ബോംബെ ഗവർണർ ആയിരുന്ന ജോനാഥൻ ഡങ്കനുമായിരുന്നു. ഇതിന്റെ റിസൾട്ട് ആയിട്ടാണ് കുറുമ്പ്രനാട് രാജയുടെ നികുതി പിരിക്കാനുള്ള അധികാരമൊക്കെ റദ്ദു ചെയ്തതും പഴശ്ശിക്ക് 8000 രൂപ പെൻഷൻ അനുവദിച്ചതും. ഓക്കെ, പഴശ്ശിക്ക് 8000 രൂപ പെൻഷൻ അനുവദിച്ചു. ആർക്ക്? പഴശ്ശി രാജാവിന്. ആരാണ് അനുവദിച്ചത്? ബ്രിട്ടീഷുകാര് അനുവദിച്ചു. അപ്പോ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു ഗവർണർ ജനറൽ ഉണ്ടായിരുന്നു. അതായത് ആ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? സർ ജോൺ ഷോർ. സർ ജോൺ ഷോർ ഈ ഒന്നാം പഴശ്ശി കലാപ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട്, ബ്രിട്ടീഷുകാരനായിരുന്നെങ്കിലും ഇദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ കുറെ കാര്യങ്ങളോട് എതിർപ്പുണ്ടായിരുന്നു, സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? വെടിക്കോപ്പുകളും ആയുധങ്ങളും ഒക്കെ നൽകി പഴശ്ശിയെ സഹായിച്ച ഒരു വ്യക്തിയാണ് സർ ജോൺ ഷോർ. ഈ പേരൊന്ന് എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്കണം, കാരണം നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. സർ ജോൺ ഷോർ എന്ന പേര് നിങ്ങൾ പരിചയപ്പെടാതെ പോകരുത്. സർ ജോൺ ഷോർ ആണ് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാരനായ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന സർ ജോൺ ഷോർ പഴശ്ശിയെ വെടിക്കോപ്പും അതുപോലെ ആയുധങ്ങളും ഒക്കെ നൽകി സഹായിച്ചിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി തന്നെ പഴശ്ശി 1795 ബ്രിട്ടീഷ് വിരുദ്ധ മുന്നണി രൂപീകരിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ മുന്നണി രൂപീകരിച്ചു. ഓക്കെ, ബ്രിട്ടീഷ് വിരുദ്ധ മുന്നണി പഴശ്ശി സർ ജോൺ ഷോറിന്റെ സഹായത്തോടു കൂടി 1795 രൂപീകരിക്കുകയുണ്ടായി. ഓക്കെ, അങ്ങനെ ചിറക്കൽ രാജാവും നമ്മുടെ ബോംബെ ഗവർണറായ ജോനാഥൻ ഡങ്കനും ഒക്കെ ഇടപെട്ട് ഈ താൽക്കാലിക സന്ധിയിലൂടെ നമ്മുടെ പഴശ്ശി രാജയ്ക്ക് 8000 രൂപ പെൻഷൻ അനുവദിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ കുറുമ്പ്രനാട് രാജ അല്ലെങ്കിൽ കുറുമ്പ്രനാട് വീരവർമ്മയുടെ നികുതി പിരിക്കാനുള്ള അധികാരം റദ്ദു ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവിടെ അവസാനിക്കുന്നത്. ക്ലിയർ ആയോ? അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവം ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ചാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുമ്പോൾ വർഷം നമുക്കറിയാം. എന്താണ് രണ്ടാം പഴശ്ശി വിപ്ലവം? രണ്ടാം പഴശ്ശി വിപ്ലവം വർഷം 1800 മുതൽ 1805 വരെയാണ്. ഏത് സെഞ്ചുറിയാണ് നമ്മൾ പറഞ്ഞു? ഏതാണ്? 19th സെഞ്ചുറിയാണ്. 19th സെഞ്ചുറി. ഓക്കെ, ഇനിയും എങ്ങനെയാണ് ഈ രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടാവുന്നത്? രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടാകുന്നത് വയനാട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലബാർ ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഫലമായിട്ട് ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ വന്നു. ആ സമയത്ത് വയനാട് മാത്രം ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഈ ഒരു വയനാട് കൂടി, വയനാട് എന്ന് ഭരിച്ചിരുന്നത് ഈ ഒരു കോട്ടയം രാജവംശത്തിലുള്ള രാജാക്കന്മാരായിരുന്നു. അപ്പോൾ ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. വയനാട് പിടിച്ചെടുക്കാനുള്ള ശ്രമം. ഓക്കെ, ആരുടെ ശ്രമമാണ്? വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമം. ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അതാണ് എന്ത് ചെയ്തത്? രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത്. ക്ലിയർ ആയോ? അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി പഴശ്ശി രാജയെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം വരാറുള്ളതാണ്. ആരൊക്കെയാണ്? കുറിച്യരും കുറുമ്പ്രരുമാണ്. കുറിച്യരും കുറുമ്പ്രരുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട് പഴശ്ശി രാജയെ സഹായിച്ചത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട് പഴശ്ശി രാജയെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങളാണ്
കുറിച്യരും കുറുമ്പ്രരും. ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കുറിച്യരായിരുന്നു. ഓക്കെ, അപ്പൊ രണ്ടാം പഴശ്ശി കലാപത്തില് പഴശ്ശിയെ സൈന്യത്തെ നയിച്ച കുറച്ച് ആളുകളുണ്ട്. അവരുടെ പേരുകൾ കൂടി നമ്മൾ പരിചയപ്പെട്ട് വെക്കണം. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടൊക്കെ വരുമ്പോൾ ഈ പേരുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്ന് വരരുത്. അപ്പോൾ പഴശ്ശിയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരായിരുന്നേ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരായിരുന്നു പഴശ്ശിയുടെ പ്രധാനമന്ത്രി. പഴശ്ശിയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരായിരുന്നു. അതുപോലെ തന്നെ സർവ സൈന്യാധിപൻ ആരായിരുന്നു? സർവ സൈന്യാധിപനായിരുന്നത് കൈതേരി അപ്പുനായർ. കൈതേരി അപ്പുനായർ. ഓക്കെ, ഇനി അടുത്തത് നായർ പടയുടെ തലവൻ ആരായിരുന്നു? നായർ പടയുടെ തലവനായിരുന്നു എടച്ചേന കുങ്കൻ നായർ. ഓക്കെ, നായർ പടയുടെ തലവനായിരുന്നത് ആരാണ്? എടച്ചേന കുങ്കൻ നായരായിരുന്നു. അതുപോലെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയുടെ പക്ഷം ചേർന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പള്ളൂർ ഏമൻ നായർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതൊന്ന് നോക്കാം. ഇവിടെ പഴശ്ശിയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഓക്കെ, കണ്ണാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ? പ്രധാനപ്പെട്ടത് കണ്ണാണ്. അപ്പൊ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരായിരുന്നു പഴശ്ശിയുടെ പ്രധാനമന്ത്രി. അതുപോലെ സർവ്വ സൈന്യാധിപൻ. നമുക്ക് സർവം എന്ന് പറയുന്നത് നമ്മുടെ കൈയാണ്. കൈയില്ലെങ്കിൽ സർവവും നടക്കില്ല. സർവ്വ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? കൈ വേണം. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണാണ്. പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. സർവം എന്ന് പറയുന്നത് കൈയാണ്. സർവ്വ സൈന്യാധിപനാണ് കൈതേരി അപ്പുനായർ. അപ്പുനായർന്നും അമ്പുനായർന്നും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. കൈതേരി അപ്പുനായർ. ഇനി നായർ പടയുടെ തലവനാണ് എടച്ചേന കുങ്കൻ. ഇങ്ങനെയൊന്ന് ആലോചിക്കുക. ഈ നായന്മാർക്കാണല്ലോ നമ്മൾ ഈ ചേനയും ചേമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടം എന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, അവിയലൊക്കെ കൂടുതൽ ഇഷ്ടം നായന്മാർക്കാണല്ലോ. അപ്പൊ നായർ എടച്ചേന കുങ്കൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മളൊരു പേര് കൂടി പറഞ്ഞിരുന്നു. ആരുടെ പേരാ പറഞ്ഞത്? പള്ളൂർ ഏമൻ നായർ. ആരാണ് പള്ളൂർ ഏമൻ നായർ? ആരായിരുന്നു? ഈ ഒരു രണ്ടാം പഴശ്ശി വിപ്ലവത്തില് പഴശ്ശിയുടെ പക്ഷം ചേർന്ന ഒരു വ്യക്തിയായിരുന്നു പള്ളൂർ ഏമൻ നായർ. അതുപോലെ നീലി എന്ന് പറഞ്ഞിട്ട് ഒരു അംഗരക്ഷക ഉണ്ടായിരുന്നു. അതായത് നീലി എന്ന് പറഞ്ഞാൽ നമ്മൾ പഴശ്ശി രാജ എന്ന് പറയുന്ന ഫിലിമൊക്കെ കാണുമ്പോൾ അതിലുണ്ട് നീലി അല്ലെ? ആരായിരുന്നു? അംഗരക്ഷകയായിട്ടുള്ള കുറിച്യ യുവതിയായിരുന്നു കേട്ടോ. കുറിച്യ യുവതിയാണ് നീലി. ഇനി ഇതുപോലെ ഈ ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കൽ ചന്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാറുണ്ട്. അത് PYQ ആണ്. ചോദ്യം ഏതാണ്? അതായത് പഴശ്ശി കലാപത്തില് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? കുറിച്യരുടെ നേതാവ് തലയ്ക്കൽ ചന്തു ആണ്. കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. ഈ ഒരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആക്കി എടുത്തു വെച്ച് പഠിക്കണം. കുറിച്യരുടെ നേതാവ് നമ്മുടെ പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. ഇനി ഒരു ഭാഗം പഠിക്കാനുള്ളത് നമ്മളുടെ പനമരം കോട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പനമരം കോട്ടയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ 1802 ഒക്ടോബർ 11 എന്ത് സംഭവിച്ചു? എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും കൂടി ചേർന്നിട്ട് നമ്മളെ പനമരം കോട്ട കോൺകർ ചെയ്തു, പിടിച്ചടക്കി. ഓക്കെ, എടച്ചേന കുങ്കനും ആരൊക്കെയാണ്? നായർ പടയുടെ നേതാവായ എടച്ചേന കുങ്കനും അതുപോലെ തലയ്ക്കൽ ചന്തുവും കൂടി ചേർന്നിട്ട് പനമരം കോട്ട പിടിച്ചെടുത്തു. പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1802. ഓക്കെ, നമ്മൾ തലയ്ക്കൽ ചന്തു സ്മാരകം എന്നറിയപ്പെടുന്നതും ഈ പനമരത്ത് തന്നെയാണ് കേട്ടോ. തലയ്ക്കൽ ചന്തു സ്മാരകം പനമരത്താണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി നമ്മൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? വയനാടൻ കുന്നുകളായിരുന്നു അല്ലെ? വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമമാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കുറിച്യരും കുറുമ്പ്രരുമാണ്.
ഈ ഒരു വിപ്ലവത്തില് പഴശ്ശിയെ സഹായിച്ച അല്ലെ പഴശ്ശിയെ പ്രധാനമന്ത്രി ആയിരുന്നത് ഏറ്റവും പ്രധാനം എന്താണ്? കണ്ണാണ്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. സർവ സൈന്യാധിപൻ, കൈയാണ് നമ്മളുടെ സർവവും, കൈതേരി അപ്പു നായർ. ഇനി നായർ പടയുടെ നേതാവ് ആരായെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? എടച്ചേന കുങ്കൻ. ചേന ഓർക്കുക, ചേന നായർ തമ്മിൽ കണക്ട് ചെയ്യുക. നായർ പടയുടെ തലവനായിരുന്നത് എടച്ചേന കുങ്കൻ. പിന്നെ പള്ളൂർ ഏമൻ നായരെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതുപോലെ നീലി എന്ന് പറയുന്ന കുറിച്യ വനിതയെക്കുറിച്ച്, യുവതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ കുറിച്യന്റെ നേതാവിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതായത് രണ്ടാം വിപ്ലവ സമയത്ത് നമ്മുടെ പഴശ്ശിയെ സഹായിച്ച കുറിച്യന്റെ നേതാവായിരുന്നു തലയ്ക്കൽ ചന്തു എന്ന് പറയുന്നത്. പിന്നെ 1802 ഒക്ടോബർ 11 പനമരം കോട്ട പിടിച്ചെടുത്തു അല്ലെ. പനമരം കോട്ട പിടിച്ചെടുത്തത് ആരൊക്കെ ചേർന്നാണ്? എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്നിട്ട് പനമരം കോട്ട പിടിച്ചെടുത്തു. വർഷം ഓർത്ത് വെച്ചേക്ക 1802. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇനിയും ഗറില്ല യുദ്ധമുറയെ കുറിച്ചാണ്. ഗറില്ല യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോര്. ഓക്കെ, ഗറില്ല യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോര്. ഇത് പോർച്ചുഗീസുകാരുടെ ഒരു യുദ്ധതന്ത്രമാണ് ഈ ഗറില്ല യുദ്ധമുറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒളിപ്പോർ യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ പഴശ്ശിരാജ അഡോപ്റ്റ് ചെയ്തതും ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ഓക്കെ, പഴശ്ശിരാജയുടെ യുദ്ധ രീതി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഗറില്ല യുദ്ധമുറയായിരുന്നു. ഓക്കെ, പഴശ്ശിരാജയെ കൂടാതെ നമ്മുടെ താന്ത്യ തോപ്പി, ചെഗുവേര എന്നിവരെല്ലാം ഗറില്ല യുദ്ധമുറ അഡോപ്റ്റ് ചെയ്ത ആളുകളാണ്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് നമ്മളുടെ ബ്രിട്ടീഷ് പട്ടാള മേധാവി അല്ലെങ്കിൽ രണ്ടാം വിപ്ലവ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആർതർ വെല്ലസ്ലി ആയിരുന്നു. ആർതർ വെല്ലസ്ലി ആയിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നത്. ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്ന വ്യക്തിയാണ് ആർതർ വെല്ലസ്ലി. അറിയാലോ, ഇദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആയിരുന്നത് എന്താണെന്ന് വെച്ചാൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്തുക എന്നുള്ള രീതി. യുദ്ധം അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവം കൂടുതൽ അങ്ങ് സ്പ്രെഡ് ആവാതെ ഈ കലാപകാരികളെ പഴശ്ശി വിപ്ലവകാരികളെ എന്ത് ചെയ്യുക, വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ശ്രമമായിരുന്നു ആർതർ വെല്ലസ്ലി മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഈ രണ്ടാം വിപ്ലവ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടറായി ഒരു വ്യക്തി നിയമിതനായി. വളരെ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പേരാണ് തോമസ് ഹാവേ ബേബർ. ഓക്കെ, തോമസ് ഹാവി ബേബർ ആയിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരിയുടെ സബ് കളക്ടറായി നിയമിതനായ വ്യക്തി. തലശ്ശേരി സബ് കളക്ടറാണ് കേട്ടോ. തലശ്ശേരി സബ് കളക്ടറായി നിയമിതനായ വ്യക്തിയായിരുന്നു തോമസ് ഹാവേ ബേബർ. അപ്പൊ ഇദ്ദേഹം വന്നപ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്തായിരുന്നു പ്രഖ്യാപനങ്ങൾ? പഴശ്ശിയെ ഈ ഒരു പഴശ്ശി വിപ്ലവ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല തക്കതായ ശിക്ഷ കിട്ടുകയും ചെയ്യും. അതുപോലെ പഴശ്ശിയെ കുറിച്ച് എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ ഓഫർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കലക്ടർ അദ്ദേഹത്തിന്റെ ആ ഒരു റോളിലേക്ക് വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അതോട് കൂടിയിട്ട് പഴശ്ശിയെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കാൻ ആളുകൾ കൂടുതൽ തയ്യാറായി മുന്നോട്ട് വരും അല്ലെ. അപ്പൊ ആ സമയത്ത് പഴശ്ശിയും അദ്ദേഹത്തിന്റെ പടയാളികളും അദ്ദേഹത്തിന്റെ സൈന്യവും ഒക്കെ ഉൾക്കാടുകളിലേക്ക് വലിയാണ് ചെയ്തത്. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാരുടെ ആ ഒരു കൂട്ടം സൈനികർക്ക് മലമ്പനി ബാധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മലമ്പനി ബാധിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ സൈനികരുടെ എണ്ണം കുറയുകയാണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 1200ഓളം പോലീസുകാരടങ്ങുന്ന ഒരു പ്രാദേശിക സംഘത്തെ നമ്മുടെ തോമസ് ഹാവേ ബേബർ രൂപം കൊടുക്കുകയാണ്. അതിന്റെ പേരാണ് കോൽക്കാർ. എന്താണ്? കോൽക്കാർ. അപ്പൊ കോൽക്കാർ എന്ന് പറയുന്നത് 1200ഓളം പ്രാദേശിക പോലീസ് സംഘങ്ങൾ അടങ്ങുന്ന ഒരു സംഘമാണ്. ഓക്കെ, അപ്പൊ പോലീസുകാരടങ്ങുന്ന 1200ഓളം പോലീസുകാരടങ്ങുന്ന ഒരു സംഘത്തെ നമ്മുടെ തോമസ് ഹാവേ ബേബർ രൂപീകരിക്കുകയാണ്. എവിടെയാണ് രൂപീകരിച്ചത്? പുൽപ്പള്ളിയിലാണ് രൂപീകരിച്ചത്. എവിടെയാണ് രൂപീകരിച്ചത്? പുൽപ്പള്ളിയിലാണ് ഇദ്ദേഹം രൂപീകരിച്ചത്. ആരാണ്? തോമസ് ഹാവേ ബേബർ. ഇനി നമ്മളുടെ ചില റാങ്ക് ഫയലുകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കോൽക്കാർ എന്ന് പറയുന്ന പോലീസ് സംഘത്തെ കൊണ്ടുവന്നത് ആർതർ വെല്ലസ്ലി ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ ഈ ഒരു സമയത്ത് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആർതർ വെല്ലസ്ലി. എന്നാൽ SCRT ഫാക്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. കോൽക്കാർ എന്ന 1200ഓളം പോലീസുകാർ അടങ്ങുന്ന സംഘത്തെ രൂപീകരിച്ചത്
തോമസ് ഹാവേ ബേബർ ആണ് പുൽപ്പള്ളിയിലാണ് രൂപീകരിച്ചതെന്ന്. ക്ലിയർ ആയല്ലോ ഈ പോയിന്റ്. അപ്പൊ ഈ ഒരു പോയിന്റ് റാങ്ക് ഫയലിൽ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ. അങ്ങനെ തോമസ് ഹാവേ ബേബറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അദ്ദേഹവുമായിട്ടുള്ള അവസാനത്തെ ഏറ്റുമുട്ടലാണ് 1805 നവംബർ 30 നടക്കുന്നത്. ഈ ഒരു ഡേറ്റിന്റെ പ്രത്യേകത എന്താണ്? പഴശ്ശിരാജ മരണപ്പെടുകയാണ്. പഴശ്ശിരാജയും തോമസ് ഹാവേ ബേബറും തമ്മിലുള്ള അവസാന യുദ്ധമാണ് 1805 നവംബർ 30 നടന്നത്. ഇവിടെ പഴശ്ശിരാജ പരാജയപ്പെട്ടു, അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, എവിടെ വെച്ചിട്ടാണ്? മാവിലാൻ തോട്. ഓക്കെ, മാനന്തവാടിയിലെ മാവിലാൻ തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് പഴശ്ശിയും നമ്മുടെ തോമസ് ഹാവേ ബേബറും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജ കൊല്ലപ്പെട്ടു. ഇനി അപ്പൊ ബ്രിട്ടീഷുകാർക്ക് പിടി കൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്നും പറയപ്പെടുന്നുണ്ട്. അത് പറയുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാവാലം മാധവ പണിക്കരുടെ ചരിത്ര നോവലായിട്ടുള്ള കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ്. എന്നാല് നിലവിലുള്ള മറ്റു കുറച്ച് പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: 1805 നവംബർ 30 പഴശ്ശിരാജ എന്ത് ചെയ്തു? നമ്മുടെ തോമസ് ഹാവേ ബേബറുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെടുകയായിരുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, പഴശ്ശിരാജ എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? മാവിലാൻ തോട് വയനാട്ടിലെ മാനന്തവാടിക്ക് അടുത്താണ് മാവിലാൻ തോട്. ഇനി നമുക്ക് നോക്കേണ്ടത് കുറച്ച് കൃതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൃതികളുണ്ട്. അപ്പൊ പഴശ്ശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കൃതികൾ. ഓക്കെ, അപ്പോ കൃതികൾ നോക്കാം ഇനി ഏതൊക്കെയാണെന്ന്. ഏറ്റവും ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് കേരള സിംഹം. നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ. ആരാണ് കേരള സിംഹം എഴുതിയത്? കേരള സിംഹം എന്ന കൃതി എഴുതിയത് നമ്മൾ ഓൾറെഡി പഠിക്കാനായിട്ടൊരു കോഡ് പറഞ്ഞല്ലേ. കേരള എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതുക, സിംഹം എന്നതും ഇംഗ്ലീഷിൽ എഴുതുക. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ആരാണ്? KM പണിക്കരാണ്. കേരള സിംഹം എന്ന് പറയുന്ന ചരിത്ര നോവലാണ് അത് എഴുതിയത്. ആരാണ്? KM പണിക്കരാണ്. ഇനി അടുത്തൊരു കൃതിയാണ് പറങ്കിപ്പടയാളി. അതും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. പറങ്കിപ്പടയാളി അത് എഴുതിയതും ആരാണ്? പറങ്കിപ്പടയാളി എന്ന് പറയുന്ന കൃതി എഴുതിയതും KM പണിക്കര് തന്നെയാണ്. പറങ്കിപ്പടയാളി എന്ന് പറയുന്ന ഈ ഒരു കൃതിയും എഴുതിയത്. ഇനി മറ്റൊരു കൃതി പറയട്ടെ. പഴശ്ശി സമരങ്ങൾ എന്നും പഴശ്ശി സമര കഥകൾ എന്നും കാണുന്നുണ്ട്. അപ്പൊ പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു കൃതി എഴുതിയത് പഴശ്ശി സമരങ്ങൾ ആരാണത് എഴുതിയത്? KKN കുറുപ്പ്. KKN കുറുപ്പാണ് ഈ ഒരു കൃതി എഴുതിയത്. പഴശ്ശി സമരങ്ങൾ. പഴശ്ശി സമര കഥ എന്നും കാണുന്നുണ്ട് കേട്ടോ. പഴശ്ശി സമര കഥ എന്നും കൂടി പല പുസ്തകങ്ങളിലും കാണുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക. പഴശ്ശി സമരങ്ങൾ അല്ലെ പഴശ്ശി സമര കഥ എന്നൊക്കെ ചോദിച്ചാൽ അത് എഴുതിയിട്ടുള്ളത് KKN കുറുപ്പാണ്. ഇനി അടുത്തൊരു കൃതിയാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ അതാരാ എഴുതിയത്? അത് എഴുതിയത് മുണ്ടക്കയം ഗോപി. ഓക്കെ, മുണ്ടക്കയം ഗോപിയാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന് പറയുന്ന കൃതി എഴുതിയത്. ഇനി മറ്റൊരു കൃതിയാണ് പുള്ളിമാനും പഴശ്ശിയും. ഈ കൃതി എഴുതിയത് ആരാന്നറിയാമോ? ഇതൊരു കവിതയാണ്. ഈ കവിത എഴുതിയത് P. കുഞ്ഞിരാമൻ നായരാണ്. P. കുഞ്ഞിരാമൻ നായർ. ഓക്കെ, P. കുഞ്ഞിരാമൻ നായരാണ് എഴുതിയത്. പിന്നെ വരുന്നത് പുരളിമലയിലെ പൂമരങ്ങൾ ആരാണ് എഴുതിയത്? പുരളിമലയിലെ പൂമരങ്ങൾ P. കുഞ്ഞിരാമൻ നായരുടെ മറ്റൊരു കൃതിയാണ്. P. കുഞ്ഞിരാമൻ നായർ. ഓക്കെ, P. കുഞ്ഞിരാമൻ നായർ 2 കൃതികൾ നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ്? പുള്ളിമാനും പഴശ്ശിയും, അതുപോലെ പുരളിമലയിലെ പൂമരങ്ങൾ. ഓക്കെ, അപ്പൊ ഈ 2 കൃതികള്. പിന്നെ ഒന്നുകൂടിയുണ്ട്, വീരകേരളം മഹാകാവ്യം. അത് ആരെഴുതിയതാണ്? കൈതയ്ക്കൽ ജാതവേദൻ എഴുതിയ ജീവചരിത്ര കൃതിയാണ്. കൈതയ്ക്കൽ ജാതവേദൻ എഴുതിയിട്ടുള്ള കൃതിയാണ് ഈ ഒരു വീരകേരളം മഹാകാവ്യം എന്ന് പറയുന്ന
കൃതി. ഓക്കെ, ജീവചരിത്ര കൃതിയാണ്. പഴശ്ശിയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതയ്ക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. അപ്പൊ ഇത്രയുമാണ് പഴശ്ശിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കൃതികൾ. ഏതൊക്കെയാണെന്നോട് നോക്കാം. കൃതികൾ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? കേരള സിംഹം എന്ന് പറയുന്ന ഒരു കൃതി അല്ലെ, കേരള സിംഹം എന്ന് പറയുന്ന ചരിത്ര നോവലാണ്. അതുപോലെ പറങ്കിപ്പടയാളി, ഇത് രണ്ടും എഴുതിയത് KM പണിക്കരാണ്. കൂടാതെ പഴശ്ശി സമരങ്ങൾ അല്ലെങ്കിൽ പഴശ്ശി സമര കഥ, രണ്ടും ഒരു ബുക്ക് തന്നെയാണ്. രണ്ട് പുസ്തകത്തിൽ ഞാൻ രണ്ട് പേരിലാണ് കണ്ടത്. പഴശ്ശി സമരങ്ങൾ എന്നോ അല്ലെങ്കിൽ പഴശ്ശി സമര കഥ എന്ന് കണ്ടാലോ KKN കുറുപ്പാണ് അത് എഴുതിയിട്ടുള്ളത്. KKN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ അല്ലെങ്കിൽ പഴശ്ശി സമര കഥ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം രചിച്ചത്. ഇനി മറ്റൊരെണ്ണാണ് പഴശ്ശി രാജ ചമയങ്ങളില്ലാതെ. പഴശ്ശി രാജ ചമയങ്ങളില്ലാതെ ഈ ഒരു കൃതി എഴുതിയത് ആരാണ്? മുണ്ടക്കയം ഗോപി. മുണ്ടക്കയം ഗോപിയാണ് പഴശ്ശി രാജ ചമയങ്ങളില്ലാതെ എന്ന് പറയുന്ന ഈ ഒരു കൃതി എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണാണ് പുള്ളിമാനും പഴശ്ശിയും. ഒരു കവിതയാണ്. പുള്ളിമാനും പഴശ്ശിയും എന്ന് പറയുന്നത് ഒരു കവിതയാണ്. അത് എഴുതിയത് ആരാണ്? അത് P. കുഞ്ഞിരാമൻ നായരാണ്. P. കുഞ്ഞിരാമൻ നായരുടെ മറ്റൊരു കൃതിയാണ് പുരളിമലയിലെ പൂമരങ്ങൾ. പുരളിമലയിലെ പൂമരങ്ങൾ. അവസാനമായിട്ട് കൈതയ്ക്കൽ ജാതവേദൻ രചിച്ച വീരകേരളം മഹാകാവ്യം. ഇതൊരു ജീവചരിത്ര കൃതിയാണ് അല്ലെ, പഴശ്ശിയെ കുറിച്ചുള്ള കൃതിയാണ്, ജീവചരിത്രമാണ്, ജീവചരിത്ര കൃതി. ഓക്കെ, പഴശ്ശിയുടെ ജീവചരിത്രം വർണ്ണിച്ചുകൊണ്ട് നമ്മുടെ കൈതയ്ക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. ഇത്രയും കൃതികളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഈ സ്മാരകം എവിടെയാന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാടുണ്ട്. പഴശ്ശി സ്മാരകം, പഴശ്ശി സ്കൂള്, പഴശ്ശി ഡാം, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് പഴശ്ശി സ്മാരകം എവിടെയാണ്? പഴശ്ശി സ്മാരകം വരുന്നത് മാനന്തവാടിയാണ്. മാനന്തവാടി. ഓക്കെ, ഈ മാനന്തവാടിയിലുള്ള പഴശ്ശി സ്മാരകം അത് നിർമ്മിച്ചത് ആരാണ്? യൂജിൻ പണ്ടാലെയാണ് പഴശ്ശി സ്മാരകത്തിന്റെ ശില്പി. യൂജിൻ പണ്ടാലെ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? ബാണാസുര സാഗർ ഡാം. ഓക്കെ, മണ്ണുകൊണ്ടുള്ള ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചതും ഈ യൂജിൻ പണ്ടാലെയാണ്. ഓക്കെ, പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ്. ഇത് പണിതത് യൂജിൻ പണ്ടാലെയാണ്. ഇതിന്റെ ശില്പി യൂജിൻ പണ്ടാലെയാണ്. അടുത്തത് പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് അല്ലെ. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി മ്യൂസിയം വരുന്നത്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. ഓക്കെ, ഇനി അടുത്തത് പഴശ്ശി ഡാം ആണ്. പഴശ്ശി ഡാം എവിടെയാ? പഴശ്ശി ഡാം കണ്ണൂര് വളപട്ടണം പുഴയിലാണ് കേട്ടോ. കണ്ണൂര് വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം, വളപട്ടണം. ഓക്കെ, ഇനി അടുത്തത് പഴശ്ശി ഗുഹ എവിടെയാണ്? ഗുഹ മലപ്പുറത്താണ് കേട്ടോ, മലപ്പുറം. ഇനി മറ്റൊരെണ്ണാണ് പഴശ്ശി സ്മൃതിവനം മട്ടന്നൂരാണ്. പഴശ്ശി സ്മൃതിവനം മട്ടന്നൂര്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. വന്നാൽ നമുക്ക് അറിയാതിരിക്കരുത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഇൻ കേസ് വന്നു പോയാൽ നമുക്ക് അറിയാതെ പോകരുതല്ലോ. അപ്പം ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പഴശ്ശി സ്മാരകം മാനന്തവാടിയാണ്, പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്, പഴശ്ശി ഡാം കണ്ണൂര് വളപട്ടണം പുഴയിലാണ്, അതുപോലെ പഴശ്ശി ഗുഹ മലപ്പുറത്താണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പിന്നെ 1805 പഴശ്ശി സ്മരണയ്ക്കായിട്ട്, പഴശ്ശിയോടുള്ള സ്മരണാർത്ഥം ബ്രിട്ടീഷുകാർ നാണയം പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാർ നാണയം പുറത്തിറക്കി. വർഷം 1805 കൂടാതെ തന്നെ 2 സിനിമകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സിനിമകൾ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് പറയാം. ഏതൊക്കെയാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. സിനിമകൾ 2 1964 വന്നിട്ടുള്ള പഴശ്ശി രാജ എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. 1964 പഴശ്ശി രാജ എന്ന് പറയുന്ന ഒരു ഫിലിം. അതിന്റെ തിരക്കഥ എഴുതിയ തിക്കോടിയനും സംവിധാനം കുഞ്ചാക്കോയും ആയിരുന്നു. പഴശ്ശിരാജയായി വേഷമിട്ടത് കൊട്ടാരക്കര ശ്രീധരനാണ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. 1964 പഴശ്ശി രാജ എന്ന പേരിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്. ആ സിനിമ തിരക്കഥ എഴുതിയത് തിക്കോടിയനാണ്. അതുപോലെ സംവിധാനം കുഞ്ചാക്കോയും. പഴശ്ശിരാജയായി വേഷമിട്ടത് നമ്മുടെ കൊട്ടാരക്കര ശ്രീധരനുമായിരുന്നു. ഇനി മറ്റൊരെണ്ണം അറിയാലോ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. 2009 വന്നിട്ടുള്ള കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ഫിലിം അല്ലെ, നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഫിലിമാ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ഫിലിം. ഇതിന്റെ തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായരാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ഈ ഒരു ഫിലിം 2009, അതിന്റെ തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായരാണ്. സംവിധാനം ഹരിഹരനും. പഴശ്ശിരാജയെ വേഷമിട്ടത് മമ്മൂട്ടിയുമാണ്. നമുക്കറിയുന്ന കാര്യം അല്ലെ. തിരക്കഥ MT വാസുദേവൻ നായർ, സംവിധാനം ഹരിഹരൻ, പഴശ്ശിരാജയെ വേഷമിട്ടത് മമ്മൂട്ടിയുമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വിശേഷണങ്ങളാണ്. ഓക്കെ, ഏതൊക്കെ വിശേഷണങ്ങളാണ് നമുക്ക് നോക്കാം.
പഴശ്ശിരാജയെ പിടിതരാത്ത തന്റേടി എന്ന് വിശേഷിപ്പിച്ചു. ആര്? പിടിതരാത്ത തന്റേടി എന്ന് വിശേഷിപ്പിച്ചത് ആർതർ വെല്ലസ്ലി ആണ്. ആർതർ വെല്ലസ്ലി. കുറച്ച് വിശേഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തേക്കുക. വിശേഷണങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? പിടിതരാത്ത തന്റേടി. നമ്മുടെ പഴശ്ശിരാജയെ പിടിതരാത്ത തന്റേടി എന്ന് വിശേഷിപ്പിച്ചത് ആർതർ വെല്ലസ്ലി ആണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആർതർ വെല്ലസ്ലി. ഇനി പഴശ്ശിരാജ റാണാ പ്രതാപിന് തുല്യം എന്ന് പറഞ്ഞത് ആരാണ്? പഴശ്ശിരാജ റാണാ പ്രതാപിന് തുല്യം എന്ന് പറഞ്ഞത് വില്യം ലോഗനാണ്. വില്യം ലോഗൻ. അപ്പൊ രണ്ട് വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? പിടിതരാത്ത തന്റേടി. പിടിതരാത്ത തന്റേടി എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആർതർ വെല്ലസ്ലി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആർതർ വെല്ലസ്ലി ആണ്. കൂടാതെ തന്നെ മറ്റൊരു വിശേഷണം കൂടി പറയാം. റാണാ പ്രതാപിന് തുല്യം. റാണാ പ്രതാപിന് തുല്യം എന്ന് പറഞ്ഞത് വില്യം ലോഗനാണ്. ഇനി ഒരു കാര്യം കൂടി നോക്കാനുള്ളത് SCERT പോയിന്റ് ആണ്. ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിക്കാം. തോമസ് ഹാവേ ബേബർ 1805 ഡിസംബർ 31 മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് അയച്ച കത്തിലൂടെ പഴശ്ശിരാജയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ: ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായിട്ടുള്ള വെറുമൊരു ശത്രു എന്നതിന് ഉപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു. എല്ലാ വർഗക്കാരിലും പഴശ്ശിരാജയോട് നിശ്ചിതമായ താല്പര്യമുണ്ടായിരുന്നു. തന്റെ മരണത്തിന് പോലും മായ്ക്കാനാകാത്ത വിധത്തിൽ ഈ നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയുടെ സീമയിലെത്തുന്ന സ്നേഹാദരങ്ങൾ പുലർത്തിപ്പോന്നു. ഓക്കെ, തോമസ് ഹാവേ ബേബർ എന്താണ് മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് ഒരു കത്തയച്ചു. ആ കത്തയച്ചതിൽ പഴശ്ശിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഈ രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് ഒന്ന് വായിച്ചു പോയേക്കാം. ഓക്കെ, തോമസ് ഹാവേ ബേബറിന് പഴശ്ശിയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് PYQs പരിചയപ്പെടാം. ഏറ്റവും ആദ്യം ഞാനിവിടെ ഒരു സ്ഥലപ്പേര് എഴുതുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അതിന് ആൻസർ പരിചയം ഉണ്ടോ എന്ന് നോക്കുക. അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി എന്താണത്? അഞ്ചരക്കണ്ടി എന്ന് പറയുന്നത് കണ്ണൂരിലുള്ള ഒരു സ്ഥലമാണ്. കണ്ണൂര്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട PSC ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പഴശ്ശിരാജയും ആൻസർ ലിങ്ക് ചെയ്ത് വരുന്നത്. അതായത് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം ഏത്? മനസ്സിലായോ ചോദ്യം? പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം. കറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടിയിലെ കറുവാത്തോട്ടം. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ മറ്റൊരു പോയിന്റും കൂടി ഉണ്ട് അഞ്ചരക്കണ്ടിയുമായി ബന്ധപ്പെട്ടിട്ട്. രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടിയിലാണ്. മനസ്സിലായോ? രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ സമ്പ്രദായം ഇവിടെ എഴുതാം. രജിസ്ട്രേഷൻ സമ്പ്രദായം. അപ്പൊ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തില് കേരളത്തിൽ തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടിയിലാണ്. ഈ അഞ്ചരക്കണ്ടി കറുവാത്തോട്ടം ബിൽറ്റ് ചെയ്ത വർഷം 1767 ആണ് കേട്ടോ. 1767 അഞ്ചരക്കണ്ടിയിൽ ഈ കറുവാത്തോട്ടം പണിതത്. അഞ്ചരക്കണ്ടി കറുവാത്തോട്ടം പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടിയിലേത്. അതുപോലെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടിയിലാണ്. ഇനി മറ്റൊരു പോയിന്റ് ആണ് നമുക്ക് പറഞ്ഞ എന്താണ് കേരള സിംഹം എന്ന് പറയുന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? KM പണിക്കരാണ് കേരള സിംഹം എന്ന് പറയുന്ന ഈ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും അറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? കെട്ടിയോട്ട് രാജ എന്ന പേരിലും അറിയപ്പെട്ടത് ആരാണ്? പഴശ്ശിരാജയാണ്. ഇനി ഇതാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് പിന്നീട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് UP അസിസ്റ്റന്റിന്റെ NCAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2022 ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 17ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരള സിംഹം എന്നറിയപ്പെടുന്നു. 4
പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഇതിൽ ഏതാണ് തെറ്റ്? 17-ാം നൂറ്റാണ്ടാണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, 1793 മുതൽ 97 വരെ എന്ന് പറയുമ്പോൾ 18-ാം നൂറ്റാണ്ടാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ, അത് 19-ാം നൂറ്റാണ്ടാണ്. ഇപ്പൊ മനസ്സിലായോ നൂറ്റാണ്ട് എന്തിനാണ് പറഞ്ഞു തന്നതെന്ന്? 17-ാം നൂറ്റാണ്ടല്ല, 18-ാം നൂറ്റാണ്ടാണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണ്? ബി ആണ് അല്ലെ, 18-ാം നൂറ്റാണ്ടെന്നായിരുന്നു വേണ്ടിയിരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പഴശ്ശിയെ സഹായിച്ചിട്ടുള്ള ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കുറിച്യര്, കുറുമ്പ്രര്, ആ ഒരു കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ പഴശ്ശിയുടെ യുദ്ധമുറ ചോദിച്ചിട്ടുണ്ട്, ഗറില്ല യുദ്ധമുറയാണ്. അപ്പോൾ പഴശ്ശിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓർത്ത് വെക്കുക. PYQ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്ലാസ് വേല് തമ്പിയും പാലിയത്തച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മളുടെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. LP UP വേണ്ടുന്ന സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ LP UP, VFA, ബെവ്കോ LD, അങ്ങനെ നമ്മൾ 10th ലെവൽ മുതൽ LGS ലെവൽ മുതൽ ഡിഗ്രി ലെവലിന് വരെ നമുക്ക് വേണ്ടുന്ന SCERT ടോപ്പിക് ഓറിയന്റഡ് ആയിട്ട് സിലബസിലെ ഓരോ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടുള്ള SCERT പഠിക്കേണ്ട പാഠഭാഗങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തു പോകുന്ന SCERT സീരീസും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. SCERT ഫിസിക്സ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ റണ്ണിങ്ങിലുള്ളത് SCERT ബയോളജി സീരീസ് ആണ്. ഇനി നമ്മളുടെ എല്ലാ അപ്ഡേഷൻസും നിങ്ങളിലേക്ക് എത്താനായിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ടുകൾ റേസ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്. എക്സാം ഗ്രൂപ്പും ഉണ്ട്. എക്സാം വോയേജിന് ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് എക്സാം ഗ്രൂപ്പ്, ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ആ ഒരു എക്സാം ഗ്രൂപ്പ് വളരെ കമ്പൽസറി ആയതുകൊണ്ട് അത് പ്രൈവറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു ചാനലിലേക്കും ആ ഒരു ഗ്രൂപ്പിലേക്കും ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫസ്റ്റ് കമന്റിലേക്ക് കൊടുത്തിട്ടുള്ള ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. LP UPക്ക് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയിട്ട് ഈ ഒരു ചാനലിനെ കുറിച്ചും നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചും ഒക്കെ ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിനനുസരിച്ച് തുടർന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണയെ ആശ്രയിച്ച് മാത്രമായിരിക്കും തുടർന്നുള്ള ക്ലാസ്സുകൾ. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ.